ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി നിത്യം ജീവിക്കുന്ന സത്യേക ദൈവത്തിന് സ്തോത്രവും സ്തുതിയും ഉണ്ടാകട്ടെ. അവിടുന്ന് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അയച്ച ഏകജാതനായ പുത്രൻ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ അഭിവാദനങ്ങൾ ഏവർക്കും ആദരവോടെ അറിയിക്കുന്നു. ദൈവം തിരഞ്ഞെടുത്ത് തൻ്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് നമ്മൾ തിരുവഴുത്തിൽ കാണുന്നുണ്ട്. ഒത്തിരി ഭാഗ്യവാന്മാരെക്കുറിച്ച് ദൈവവചനം പറയുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഭാഗ്യാവസ്ഥയാണ് ദൈവം തിരഞ്ഞെടുക്കുക, ദൈവസന്നിധിയിൽ വസിക്കുവാനായിട്ട് അനുവദിക്കുക. നമ്മളെല്ലാം അറിയുന്നത് പോലെ പഴയ നിയമത്തിൽ അവർക്ക് അത്രയും മാത്രമേ ചിന്തിക്കാൻ പറ്റുമായിരുന്നുള്ളൂ, പ്രാകാരങ്ങളിൽ പാർക്കുക. എന്നാൽ നമുക്ക് കൃപാസനത്തിങ്കിലേക്ക് അടുത്തു വരുവാൻ, അതിവിശുദ്ധ സ്ഥലത്തേക്ക് ധൈര്യത്തോടെ പ്രവേശിപ്പാൻ അവിടുന്ന് തന്ന വലിയ ഭാഗ്യത്തിനും പ്രവേശനത്തിനുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. പിന്നെയും ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. തിരുസന്നിധിയിൽ വസിപ്പാൻ, അവിടുത്തെ സാന്നിധ്യത്തിൽ നിരന്തരം വസിപ്പാൻ തന്നെ ദൈവം നമുക്ക് അവസരങ്ങളെ നൽകിയിരിക്കയാൽ സ്തോത്രം. അത് ഏറെ ഭാഗ്യകരമായി കണ്ടുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ നിന്നും ഒരിക്കലും നമ്മൾ മാറിപ്പോകാത്തവരായിരിക്കാൻ ഏറെ ആഗ്രഹിക്കാം. സ്തോത്രം. ദാവീദ് പാപം ചെയ്ത അനന്തരവും പ്രാർത്ഥിക്കുന്ന ഹൃദയഭേദകമായ പ്രാർത്ഥനയാണ് 51 സങ്കീർത്തനം 11 വാക്യത്തിൽ കാണുന്നത്. നിന്റെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ. സ്തോത്രം. ഞാൻ ആ ഭാഗം ഓർക്കുമ്പോഴൊക്കെ മനസ്സിൽ വരുന്നത്, പാപം ചെയ്തിട്ട് ഏദൻ തോട്ടത്തിൽ നിന്നും തൻ്റെ സാന്നിധ്യത്തിൽ നിന്നും ദൈവം തള്ളിക്കളഞ്ഞ് ഏദൻ തോട്ടം വിട്ട് ഇറങ്ങിപ്പോകുന്ന ആദം ഹവ്വമാരുടെ ഒരു ചിത്രമാണ്. നിരാശരായി, ലജ്ജിതരായി, ദൈവത്തെ ഒന്ന് നോക്കാനല്ല, പരസ്പരം പോലും ഒന്ന് നോക്കുവാനുള്ള ധൈര്യവും പ്രാഗൽഭ്യവും ഇല്ലാത്തവരായി അവര് ഇറങ്ങിപ്പോവുകയാണ്. സ്തോത്രം. ആ ചിത്രമാകാം ഒരുപക്ഷെ ദാവീദിന്റെ മനസ്സിലുള്ളത്. അതുപോലെ എന്നെ തള്ളിക്കളയരുതേ. ഓടിച്ചിട്ട് പിടിച്ച് രാജാവാക്കിയതാണ് മുൻഗാമിയായ ശൗലിനെ. ശൗൽ ആഗ്രഹിച്ചതോ ചിന്തിച്ചതോ ഒന്നുമല്ല. ദൈവം ഓടിച്ചിട്ട് പിടിച്ച് അവനെ രാജാവാക്കിയതാണ്. പക്ഷേ രാജസ്ഥാനത്ത് നിന്നും ദൈവം അവനെ തള്ളിക്കളഞ്ഞു. ദാവീദിന്റെ മനസ്സിൽ ആ ചിത്രവുമുണ്ട്. പറയുകയാണ്, ദൈവമേ, ഞാൻ പാപം ചെയ്തു, മ്ലേച്ഛതയാണ് ചെയ്തത്, ഒക്കെ ശരിയാ. പക്ഷേ എന്നെ എന്തോ വേണേലും ചെയ്തോ, പക്ഷെ ഈ ഒരു കാര്യം മാത്രം ചെയ്യരുത്. എന്തേ? അങ്ങയുടെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ. സ്തോത്രം. ഈ ഭൂമിയിൽ എന്നെ അടിക്കുന്നെങ്കിൽ അടിച്ചോ, പക്ഷേ തിരുസന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുത്. ആ ഒരു വലിയ വാഞ്ച നമ്മുടെയും അകത്തുണ്ടാകട്ടെ, നിരന്തരം തിരുസന്നിധിയിൽ വസിപ്പാൻ, അവിടുത്തെ സന്നിധിയിൽ നിന്നും ഒരിക്കലും മാറിപ്പോകാതിരിപ്പാൻ. നമുക്ക് ലഭ്യമായ മഹാപദവിയാണിത്. സ്തോത്രം. അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിൽ വസിക്കുക. പൗലോസ് അതുകൊണ്ടാ
റോമർ 5-ാം അധ്യായത്തിന്റെ ആദ്യവാക്യത്തിൽ പറഞ്ഞത് നമുക്ക് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതീകരണവും ദൈവത്തോട് സമാധാനവുമുണ്ട്. 2-ാം വാക്യത്തിൽ പറയുന്നു, നാം ഇന്ന് നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മുഖാന്തരം പ്രവേശനവും ലഭിച്ചു. We got access and entry into the presence of God. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എബ്രായ ലേഖനം 10-ന്റെ 19-ാം വാക്യം പറയും പോലെയും എഫേസ്യ ലേഖനം 2-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ പറയും പോലെയും യേശുക്രിസ്തു തൻ്റെ ദേഹം എന്ന തിരശീലയെ കീറി പിതാവിങ്കലേക്ക് നമുക്ക് പുതുവഴിയെ വെട്ടിത്തുറന്നു. സ്തോത്രം. ഒരു റോയൽ ഹൈവേ വാസ് ഓപ്പൺഡ് unto the Father, to the very mercy seat of God, by just splitting the veil, that is the very body, the physical body of Christ Jesus. And therefore, we not only have a look unto the mercy seat, but also a free, courageous entry with boldness anytime for any help in need to the very throne of grace. ആ ലഭ്യമായ മഹാഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മറ്റൊന്നും നമുക്ക് ലഭിച്ചില്ലെങ്കിലും ഇത് മതി എന്നുള്ള നിലയിൽ നമുക്ക് കർത്തൃസവിധയായിരിക്കാൻ അധികം അധികം അവിടുന്ന് കൃപ തരട്ടെ. നമുക്ക് തിരുവെഴുത്തുകളിലേക്ക് വീണ്ടും തിരിയാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായം, അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളാണല്ലോ നാം ഇപ്പോൾ വായിച്ചും പഠിച്ചും വരുന്നത്. കർത്താവായ യേശു ജഡം ധരിച്ചതിനാൽ നമുക്ക് എന്ത് പ്രയോജനം? യേശു ക്രിസ്തുവിൻ്റെ ജഡധാരണത്തിൻ്റെ ഉദ്ദേശമെന്ത് എന്നിത്യാദി കാര്യങ്ങളാണ് നാം ഇപ്പോൾ പഠിക്കുന്നതെന്ന് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതിൽ 12-ാമത്തെയാണെന്ന് തോന്നുന്നു നമ്മൾ ഇന്നലെ ചിന്തിച്ചതല്ലേ. സ്തോത്രം. യേശു എന്തിനു വന്നു? എന്തിന് യേശു ജഡമെടുത്തു? ആത്യന്തികമായും കർത്താവ് വന്നത് മരിക്കുവാനായിട്ടാണ്. എന്താണ് യേശുവിൻ്റെ മരണം ഒരു അത്യാവശ്യമാക്കി തീർത്തത്? മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് പാപവും ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ദൈവത്തിൻ്റെ നീതിയും അഥവാ നീതിയുള്ള നിയമങ്ങളും. സ്തോത്രം. ദൈവം തന്നെയാണ് പാപിക്ക് മരണം വിധിച്ചത്. മരണത്താലും ചൊരിച്ചിലിനാലുമല്ലാതെ വിമോചനമില്ല എന്ന് വിധിച്ചത്. ആ വിധിയെ ദൈവത്തിന് വേണമെങ്കിൽ ദൈവത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് മാറ്റാം, ക്യാൻസൽ ചെയ്യാം, റദ്ദാക്കാം. പക്ഷേ ദൈവത്തിൻ്റെ നീതി ദൈവത്തെ അതിന് അനുവദിക്കത്തില്ല. ദൈവം നീതിമാനായതുകൊണ്ട് വിധിച്ചത് നിവർത്തിച്ചേ പറ്റൂ. നമ്മൾ ഡിവൈൻ ആട്രിബ്യൂട്ട്സിനെ കുറിച്ച്, ദൈവത്തിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ച്, പ്രകൃതങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയതായിരുന്നു, ദൈവത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്വഭാവം മാത്രം സൂപ്പർസീഡ് ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു സ്വഭാവം മാത്രം ദൈവത്തിൻ്റേത് മുന്നിട്ട് നിൽക്കുന്നില്ല. എല്ലാ സ്വഭാവങ്ങളും ഒരേപോലെ എ ഹാർമോണിയസ് സിംഫണി പോലെയാണ്. ഒത്തൊരുമിച്ച് ഒരു മ്യൂസിക്
പലവിധമായ ഉപകരണങ്ങൾ ഒരുമിച്ച് ചേർന്ന് അതിൻ്റെ സ്വരതാള ലയങ്ങളിലൂടെ പോകുന്നത് പോലെ ദൈവത്തിൻ്റെ എല്ലാവിധമായ സ്വഭാവ വൈശിഷ്ട്യങ്ങളും എല്ലാ പ്രകൃത പ്രത്യേകതകളും ഒരുമിച്ച് ചേർന്ന് ഒരു ഐക്യതയിലാണ് മുൻപോട്ട് പോകുന്നത്. സ്തോത്രം. ആ ഒരു മനസ്സിലാക്കൽ നമുക്ക് അത്യാവശ്യമാണ്. ദൈവം സ്നേഹവാനാ. അതുകൊണ്ട് ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ വിശുദ്ധിയും ഒന്നും ഒരു വിഷയമേ അല്ല എന്ന നിലയിലാണ് ചിലരൊക്കെ ചിന്തിക്കുന്നതും പഠിപ്പിക്കുന്നതും. അതുകൊണ്ടാണ് യൂണിവേഴ്സാലിസം പോലെയുള്ള ദുരുപദേശങ്ങൾ ഉരുത്തിരിഞ്ഞത്. ദൈവം സ്നേഹവാനായതുകൊണ്ട് എല്ലാ കാലത്തേക്കും ഒന്നും മനുഷ്യനെ നരകത്തിൽ ദൈവം ഇട്ട് ഇങ്ങനെ നരകിപ്പിക്കത്തില്ലെന്ന്. അവിടെയാണ് നാം ഈ കാര്യം മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും അതാത് നിലകളിൽ പൂർണ്ണതയിൽ തന്നെയാണ് ദൈവത്തിലുള്ളത്. അവ വളരെ ഐക്യതയോടെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു സ്വഭാവം മറ്റൊരു സ്വഭാവത്തെ ഇല്ലാതെയാക്കുന്നില്ല, അടിച്ചമർത്തുന്നില്ല. ദൈവം സ്നേഹവാനാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ നീതിയോട് ദൈവം അനീതി കാണിക്കില്ല. ദൈവത്തിൻ്റെ വിശുദ്ധിയോട് ദൈവം അനുരഞ്ജനം നടത്തുകയില്ല. ദൈവം കരുണാമയനാണ്, ശരിയാ. അത് ദൈവത്തിൻ്റെ തന്നെ നീതിക്ക്, സത്യത്തിന് വിരുദ്ധമല്ല. സ്തോത്രം. അങ്ങനെയാണ് നാം കണ്ടത്. യേശു ഭൂമിയിൽ മനുഷ്യനായി ജഡമെടുത്തു വന്നതിൻ്റെ 12ാമത്തെ ഉദ്ദേശമായി 14ാം വാക്യത്തിൽ നിന്നും കണ്ടത്, യേശു മരിപ്പാനായിട്ട് വന്നു. തൻ്റെ മരണത്താൽ എന്നുള്ള പ്രയോഗം കൊണ്ടാണ് നമ്മളത് മനസ്സിലാക്കിയത്. യേശു മരിക്കുവാൻ വന്നു, മരിച്ചു. അമർത്യനായ, അക്ഷയനായ, തേജോമയനായ, അശരീരിയായ, സൂക്ഷ്മരൂപിയായ, ആത്മരൂപിയായ ദൈവപുത്രൻ യേശു ക്രിസ്തു മരിക്കേണ്ടതിന് ഒരു സ്ഥൂല, അക്ഷരീക, ഭൗതിക, മർത്യമായ ശരീരം ഏറ്റെടുത്തു. നമ്മുടേതിൽ നിന്നും ആ ശരീരത്തിനുണ്ടായിരുന്ന വ്യത്യാസം, കാതലായ വ്യത്യാസവും നാം ഓർത്തുകൊള്ളണം. അവനിൽ പാപം ഇല്ലായിരുന്നു. അതൊരു പാപജഡം ആയിരുന്നില്ല. പാപജഡത്തിൻ്റെ സാദൃശ്യം മാത്രമായിരുന്നു. ആവർത്തിച്ച കാര്യം നമ്മുടെ ഇടയിൽ നമ്മളത് പറയാറുണ്ട്. അത് അങ്ങനെയെങ്കിലും നമ്മുടെ മനസ്സിനകത്തേക്കങ്ങ് തിരികെ കയറട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ. സ്തോത്രം. അതുപോലെ യേശു നമുക്ക് എല്ലാവർക്കും വേണ്ടി പാപമാക്കപ്പെട്ടു. തെറ്റിദ്ധരിക്കരുത്, പാപി ആക്കപ്പെട്ടില്ല. സ്തോത്രം. അപ്പോൾ നമുക്ക് വേണ്ടി പാപവും ശാപവും ആയിട്ട് യേശു മരണമേറ്റെടുത്തു. ശാരീരിക മരണത്തിലൂടെ യേശു കടന്നുപോയി. നമുക്ക് വേണ്ടി മരിക്കുവാൻ യേശു വന്നു, തൻ്റെ മരണത്താൽ എന്ന് നമ്മൾ കണ്ടു. ഒന്നും കൂടെ നമുക്ക് 14ാമത്തെ വാക്യം വായിക്കാം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്തിൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. സ്തോത്രം. അപ്പോൾ യേശു മരിപ്പാൻ വന്നു, യേശു മരിച്ചു. പാപത്തിൻ്റെ
ശമ്പളമായ മരണം യേശു തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. സ്തോത്രം. അത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വിധിയായിരുന്നു. വിധി എന്ന് വെച്ചാൽ ദൈവം വിധിച്ചത്. സ്തോത്രം. ദൈവം തന്നെ നിയമിച്ചത്. ആ നിയമനത്തിന് മാറ്റമില്ല. സ്തോത്രം. അത് നിവർത്തിക്കപ്പെട്ടേ പറ്റൂ. നിവർത്തിക്കപ്പെട്ടേ പറ്റൂ. അങ്ങനെ യേശു മരിച്ചു. സ്തോത്രം. മരണം അനുഭവിച്ചു, മരണം ആസ്വദിച്ചു എന്നൊക്കെ നമ്മൾ കണ്ടു. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവർത്തനം ഇനിയും ആവശ്യമില്ല. അടുത്തത് നാം 14-ാം വാക്യത്തിൽ കാണുന്നത്, സ്തോത്രം, എന്താണ്? ക്രിസ്തുവിൻ്റെ ജഡധാരണത്തിൻ്റെ 13-ാമത്തെ ആവശ്യം, the 13th purpose or the 13th need of Jesus came into the physical body, taking up the material body. It was to remove, അത് നമ്മൾ നോക്കിയായിരുന്നു, to remove the devil. മരണത്തിന്റെ അധികാരിയായി പിശാചിനെ നീക്കുവാൻ നമ്മൾ നോക്കിയിരുന്നു അല്ലേ? സ്തോത്രം. ഓക്കെ, അതിന്റെ വിശദീകരണം നമ്മൾ കണ്ടോ? ഇല്ലെന്ന് എനിക്ക് തോന്നുന്നേ. That you explained yesterday, to deliver us from the fear of death you have. Yeah. So I think. Yeah. That is 11th one, to remove the fear of death, to deliver. Yeah, that is to be discussed. But Yes. what about this one to? Yeah, 10th one, to defeat Satan, you had discussed yesterday also in the beginning. എങ്ങനെ മരണാധികാരിയായിരുന്ന പിശാചിനെ നീക്കുവാൻ, to remove the devil who had received power or authority over the death. സ്തോത്രം അല്ലേ? To destroy the devil. എങ്ങനെയാണ് പിശാചിനെ നീക്കിയത്? പിശാചിനെ നീക്കിയോ? പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചു. 1 യോഹന്നാൻ 3:8. 1 John 3:8. 7-8. വായിച്ചാട്ടെ 7-8. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഇവിടെ പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചു, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. അപ്പോൾ എങ്ങനെയാണ് പിശാചിന്റെ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ ക്രിസ്തു നീക്കിയത്? നീക്കിയോ? പിശാചിനെ നീക്കിയോ? അത് നമ്മൾ പണ്ടൊരിക്കൽ ഒരു ചോദ്യോത്തരത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്.
destroys the grip of the devil and give us hope. Pardon, once again, please. He destroyed the grip of the devil and give us hope. How did? What was the മനുഷ്യന്റെ grip of the devil? മനുഷ്യന്റെ മേലുള്ള പാപത്തിന്മേലുള്ള അധികാരം മനുഷ്യന്റെ. Yeah. പിശാചിനെ നീക്കി എന്ന് പറയുമ്പോൾ ഇനി പിശാച് ഇല്ല എന്നർത്ഥമാണോ? അല്ല. പിശാച് ഇപ്പോഴും ഉണ്ട്. പിശാചിന്റെ അസ്തിത്വത്തിന് മാറ്റമൊന്നുമില്ല. The person of the devil is still there. He is not removed from the creation. ഓക്കെ, അപ്പൊ നീക്കി എന്നതിന്റെ അർത്ഥം ഇനി പിശാച് ഇല്ലെന്നല്ല. പിന്നെ നമ്മുടെ മേലുള്ള അവകാശം നീക്കി. പിശാച് ആയിരുന്നോ മരണത്തിന്റെ അധികാരി? നമ്മൾ പാട്ട് പാടാറുണ്ട്, മരണാധികാരിയായിരുന്ന ഘോരനാം പിശാചിനെ എന്നും പറഞ്ഞവൻ. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ല് തകർന്നതിനാൽ ഹല്ലേലൂയ നമ്മൾ പാടാറുണ്ട്. സ്തോത്രം. എന്തായിരുന്നു പിശാചിന് മരണത്തിന്റെ മേൽ അധികാരം നൽകിയത്? ഭയം. പാപമായിരുന്നു. ഹ്യൂമൻ സിൻ. Human sin gave the devil authority over human beings. But Jesus, by his death, cancelled that grip or that authority of the devil over man by atoning for human sin. സ്തോത്രം. മനുഷ്യന്റെ പാപമാണ് പിശാചിന് മനുഷ്യന്റെ മേൽ അധികാരം കൽപ്പിച്ചു കൊടുത്തത്. സത്യത്തിൽ അതും ദൈവത്തിന്റെ പ്രമാണം കൊണ്ട് തന്നെയാണ്. നമ്മൾ ഈ പഠനത്തിലും ആ കാര്യം റോമർ 8:19 മുതലുള്ള വാക്യങ്ങളിൽ നിന്നും കണ്ടു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിന് കീഴാണ്. എങ്ങനെയല്ലെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? മനഃപൂർവമായിട്ടല്ല. പിന്നെങ്ങനെ? കീഴാക്കി കൊടുത്തവന്റെ കൽപ്പന നിമിത്തമത്രേ. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം ഈ ദ്രവത്വത്തിന്, മരണത്തിന്, പിശാചിനൊക്കെ മനുഷ്യൻ ഉൾപ്പെട്ട സൃഷ്ടികളെ അങ്ങ് കീഴാക്കി കൊടുത്തു. എപ്പോൾ വരെ? ദൈവപുത്രൻ തൻ്റെ മരണത്താൽ ഇതിന്റെ കടം തീർക്കുന്നതുവരെ. യേശു ക്രൂശിൽ മരിച്ചതോടുകൂടെ മനുഷ്യന്റെ പാപമെന്ന ഈ ഭീകര പ്രശ്നത്തിന് പരിഹാരമായി. അങ്ങനെ പിശാചിന് മനുഷ്യന്റെ മേലുണ്ടായിരുന്ന അധികാരം, ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള, ന്യായമായിട്ടുള്ള അധികാരം അവൻ്റേത് നഷ്ടപ്പെട്ടു. ആവർത്തിച്ചു പറയുകയാണ്, പിശാചിന് ഇനിയും മനുഷ്യന്റെ മേൽ ന്യായമായ യാതൊരവകാശങ്ങളും ഇല്ല. യാതൊരവകാശവും ഇല്ല. സ്തോത്രം.
യാതൊരു അവകാശങ്ങളും ഇല്ല. സ്തോത്രം. എന്നാലും പരാജയം സമ്മതിക്കാത്ത, നാണമില്ലാത്ത പിശാച് എനിക്കിപ്പോഴും അധികാരമുണ്ടെന്നും പറഞ്ഞാണ് അവൻ ഈ നടക്കുന്നത്. ആൾക്കാരെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുവാനും അവൻ വിദഗ്ധനാണ്. സ്തോത്രം. അവിടുത്തെ മൂലാർത്ഥമെന്ന് പറയുന്നത് ഗാഡ് ഓർ ക്രൈസ്റ്റ് ബ്രോട്ട് ദ ഡെവിൾ into zero. He made him inactive. He nullified the devil. പിശാചിന്റെ പ്രവർത്തികളെ അഴിച്ചെന്നും മറ്റും നമ്മൾ വായിച്ചതിന്റെ അർത്ഥം കർത്താവ് പിശാചിനെ ശൂന്യമാക്കി, അവന്റെ അധികാരങ്ങളെല്ലാം അവങ്കൽ നിന്ന് പിടിച്ചു വാങ്ങി, അവനെ ആയുധവർഗം വയ്പ്പിച്ചു. അതാണ് കൊലോസ്യർ 2:15. സ്തോത്രം. അറിയാവുന്നതാണെങ്കിലും ഒന്നും കൂടെ വായിച്ചാട്ടെ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. സ്തോത്രം. വാഴ്ചകളെയും അധികാരങ്ങളെയും, സ്തോത്രം, അതെല്ലാം കൂടെ പൈശാചികമായ ആ മുഴുവൻ ഭരണ യന്ത്രത്തെയാണ് ഉദ്ദേശിക്കുന്നത്. വാഴ്ചകൾ, അധികാരങ്ങൾ, അവയെ എന്ത് ചെയ്തു കർത്താവ്? ആയുധവർഗം വയ്പ്പിച്ചു. എന്നിട്ട് അവയുടെ മേൽ ജയം കൊണ്ടാടി, ജയോത്സവം കൊണ്ടാടി, അവയെ പരസ്യമായ കാഴ്ചയാക്കി, അവയെ നാണം കെടുത്തി. ആയുധവർഗം മുഴുവനും വയ്പ്പിച്ചു. എന്താണ് സാത്താന്റെ ആയുധം? പാപമാ. സാത്താന്റെ ആയുധങ്ങൾ എന്ന് പറയുന്നത് പാപമാ. വ്യാജം, പാപം. ആയുധവർഗം വയ്പ്പിച്ചു. ക്രൂശിൽ അവയുടെ മേൽ ജയം കൊണ്ടാടി. യേശുവിന്റെ മരണത്താല. യേശു സാത്താനോട് ഒരു യുദ്ധത്തിനും പോയിട്ടില്ല ഇതുവരെ, കേട്ടോ. സാത്താനോട് നേരിട്ട് ദൈവം ഇതുവരെ ഒരു യുദ്ധവും നടത്തിയിട്ടില്ല. ക്രൂശിലും സാത്താനോടായിരുന്നില്ല നേരിട്ടുള്ള സംഗതി. പകരം കർത്താവ് പറഞ്ഞല്ലോ യോഹന്നാന്റെ സുവിശേഷത്തിൽ, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, എനിക്ക് അവനോട് ഒരു കാര്യവും ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഹിം. അവനോട് എനിക്കൊരു കാര്യമില്ല. യേശുവിന്റെ ക്രൂശീകരണത്തിൽ സാത്താനുമായിട്ടല്ല നമ്മുടെ കർത്താവ് ഇടപെട്ടത്. ഞാനും പണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്. യേശു മരിച്ചു കഴിഞ്ഞിട്ട് ആത്മാവിൽ പാതാളത്തിലേക്ക് പോയി, നരകത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. സാത്താൻ അവിടെ ഭയങ്കര താക്കോൽ കൂട്ടമൊക്കെ അവന്റെ അരക്കി കെട്ടിയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. യേശു അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് അവനുമായിട്ട് 3 ദിവസം പൊരിഞ്ഞ യുദ്ധം. ഒടുവിൽ ഞായറാഴ്ച വെളുപ്പിനെ ആയപ്പം സാത്താനെ മലർത്തി അടിച്ച് അവന്റെ മടിക്കുത്തിൽ നിന്ന് താക്കോലൊക്കെ ആയിട്ട് പോരുന്നു എന്നൊക്കെ ഞാനും ഭയങ്കര ആവേശത്തിലൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടെന്നേ. ആൾക്കാരൊക്കെ ആത്മാവിലായിട്ടുണ്ടതൊക്കെ കേട്ട്. പിന്നെ ആവേശം കൊള്ളത്തില്ലേ? പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അവനുമായിട്ട് എനിക്കൊരു കാര്യമില്ല. സ്തോത്രം.
സ്തോത്രം. യേശു ക്രൂശിൽ ഇടപെട്ടത് പിശാചുമായിട്ടല്ല. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ദൈവത്തിൻ്റെ നീതിയുമായിട്ടാണ്. ദൈവവുമായിട്ടായിരുന്നു അവിടുത്തെ ക്രൂശിലെ ഇടപാടെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കുഞ്ഞാടായി യേശു ക്രൂശിൽ മരിച്ചു. അർപ്പിക്കപ്പെടുന്ന കുഞ്ഞാടുകൾക്ക് അല്ലെങ്കിൽ യാഗമൃഗങ്ങൾക്ക് ഇടപാടുള്ളത് ആരുമായിട്ടാ? സാത്താനുമായിട്ടോ ദൈവവുമായിട്ടോ? ദൈവവുമായിട്ടാ, സാത്താനുമായിട്ടില്ല. Even in the Old Testament Mosaic law system, the sacrificed animal or the sacrifices were dealing not with the devil but with the offerer or for whom it was offered and also before whom it was offered. പഴയ നിയമ യാഗവ്യവസ്ഥിതികളിൽ പോലും അർപ്പിക്കപ്പെടുന്ന യാഗങ്ങൾക്ക് പിശാചുമായിട്ടൊരു ബന്ധവുമില്ലായിരുന്നു. രണ്ട് ബന്ധങ്ങളാണ് അവയ്ക്കുണ്ടായിരുന്നത്. ഒന്ന്, ആർക്കു വേണ്ടി ഈ യാഗം അർപ്പിക്കുന്നുവോ ആ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പാപം. രണ്ട്, ആരുടെ മുമ്പിൽ അർപ്പിക്കപ്പെടുന്നുവോ ആ ദൈവം. അതുകൊണ്ടാണ് ഒരു യാഗവും ദൈവസന്നിധിയിൽ അല്ലാതെ അർപ്പിക്കപ്പെട്ടിട്ടില്ലല്ലോ. No sacrifice in the Old Testament was offered before anyone other than God. ദൈവത്തിൻ്റെ മുമ്പിൽ അല്ലാതെ മറ്റാരുടെയും സന്നിധിയിൽ യാഗാർപ്പണങ്ങൾ നടന്നിട്ടില്ല. കാരണം യാഗങ്ങൾ അർപ്പിക്കപ്പെടുന്നത് നീതിമാനായ വിധി പുറപ്പെടുവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ നീതിയെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. സ്തോത്രം. പിശാച് ഇങ്ങനെയുള്ള യാതൊന്നും മനുഷ്യന്റെ പാപത്തിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല. No devil has asked anything for human sins. പിശാച്, ഒരു പിശാച് എന്ന് പറഞ്ഞാൽ ഒത്തിരി പിശാചികളുണ്ടെന്ന് ചിന്തിക്കരുത്. പൈശാചികമായ യാതൊന്നും എന്നർത്ഥമാക്കിയാൽ മതി. പൈശാചികമായ യാതൊന്നും തന്നെ പാപം ചെയ്ത മനുഷ്യനിൽ നിന്ന് അവന്റെ പാപത്തിന് പ്രായശ്ചിത്തമോ പരിഹാരമോ ആയിട്ട് യാതൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അവനാകെയും കൂടെ ആവശ്യപ്പെടുന്നത് എന്തു മാത്രമേ ഉള്ളൂ? pursue, പാപത്തിൽ നീ തുടരുക, കണ്ടിന്യൂയിങ്, പാപം ചെയ്തുകൊണ്ടിരിക്കുക. ഇത് മാത്രമേ പിശാച് ആവശ്യപ്പെടുന്നുള്ളൂ. എന്നാൽ ദൈവമാണ് പാപത്തിന് പ്രായശ്ചിത്തം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് അർപ്പിക്കപ്പെടുന്ന യാഗങ്ങൾ മുഴുവനും ദൈവത്തിൻ്റെ ഈ നീതിയുള്ള വിധിക്ക് മുമ്പിലാണ് അർപ്പിക്കുന്നത്, നിയമത്തിൻ്റെ മുമ്പിലാണ് അർപ്പിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ യാഗവും ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും പിശാചുമായിട്ട് അതിന് നേരിട്ട് ബന്ധമില്ലായിരുന്നു.
യേശുക്രിസ്തു ഇടപെട്ടത് പിശാചുമായിട്ടല്ല, പിന്നെ പാപം നിമിത്തം ഇവകൾക്കെല്ലാം മനുഷ്യനെ അടിമകളായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത ദൈവവും അല്ലെങ്കിൽ ദൈവത്തിന്റെ നിയമവുമായിട്ടാണ്. സ്തോത്രം. ദൈവത്തിന്റെ നിയമവുമായിട്ടാണ്. രണ്ട് ചോദ്യങ്ങൾ വന്ന് കിടപ്പുണ്ട്, ഞാൻ കണ്ടു. ദൈവത്തിന്റെ നിയമവുമായിട്ട് യേശുക്രിസ്തു ക്രൂശിൽ തന്റെ യാഗത്തിലൂടെ ഇടപെട്ടപ്പോൾ താനേ ഈ ഭാഗത്ത് ചിലത് സംഭവിച്ചു. അതെന്താ സംഭവിച്ചത്? അവിടെയാണ് സാത്താന്റെ നിരായുധീകരണം സംഭവിക്കുന്നത്. The disarming of the devil happened automatically there when Christ fulfilled the righteous demands of the holy God. പരിശുദ്ധനായ ദൈവത്തിന്റെ നീതിയുള്ള വിധിയെ ക്രിസ്തു തന്റെ പരമയാഗത്താൽ നിവർത്തിച്ചപ്പോൾ മറുഭാഗത്ത് താനേ ചില കാര്യങ്ങൾ നടന്നു. അതിലൊന്നാണ് സാത്താന്റെ നിരായുധീകരണം. അവന്റെ ആയുധം മനുഷ്യന്റെ പാപമായിരുന്നു. ആ പാപത്തിന് ക്രിസ്തു പരിഹാരം വരുത്തിയപ്പോൾ സാത്താനുമായി നേരിട്ട് ഇടപെടാതെ തന്നെ സാത്താന്റെ കയ്യിലുണ്ടായിരുന്ന തുറുപ്പ് ചീട്ട് കീറിപ്പോയി. സ്തോത്രം. അത് അവനെ ഡിസാം ചെയ്യുന്ന, നിരായുധീകരിക്കുന്ന, അവനെ ആയുധവർഗം വയ്പ്പിച്ച് കീഴ്പ്പെടുത്തുന്ന പ്രക്രിയയായിരുന്നു. സ്തോത്രം. ആയുധവർഗം വയ്പ്പിച്ച് കീഴ്പ്പെടുത്തുന്ന ഒരു പ്രക്രിയ. സ്തോത്രം. അങ്ങനെ പിശാച് ദൈവത്തെ മനുഷ്യനിലൂടെ പരാജയപ്പെടുത്തി മനുഷ്യവർഗത്തെ മുഴുവനും ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി മാറ്റിക്കൊണ്ടുപോകുവാൻ ആഗ്രഹിച്ചു. മനുഷ്യന് നിത്യനാശം വിതയ്ക്കാൻ അവൻ ആഗ്രഹിച്ചു. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിക്ക് കോട്ടം വരാൻ ദൈവം അനുവദിച്ചോ? ഇല്ല. ദൈവത്തിന്റെ അനാദി നിർണയത്തിന് ഒരു തരത്തിലുമുള്ള മാറ്റങ്ങൾ വരാൻ ദൈവം അനുവദിച്ചില്ല. അതെന്തായി? പിശാചിന്റെ പൂർണ്ണ പരാജയമായി. മനുഷ്യകുലത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ അഭിലാഷം ദൈവത്തിന് നിർത്തേണ്ടി വന്നില്ല, മാറ്റേണ്ടി വന്നില്ല. ദൈവം ഇന്നും ആ പദ്ധതിയുമായിട്ട് തന്നെ മുൻപോട്ട് പോകുന്നു. നമ്മൾ 10-ാം വാക്യത്തിൽ വായിച്ചതുപോലെ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പിശാചിന്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്തിൽ നിന്ന് ദൈവം തനിക്ക് വേണ്ടി ഒരു വലിയ സമൂഹത്തെ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിലൂടെ, യേശുവിന്റെ പ്രായശ്ചിത്ത മരണത്തിലൂടെ
വാർത്തെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ വൈരിയായ പിശാചിന് കനത്ത പ്രഹരമാണ്. അത് പിശാചിൻ്റെ തലയെ തകർക്കുന്ന ഒരു വസ്തുതയാണ്. സ്തോത്രം. The very atoning death of Jesus on the cross, by which there was the remedy for human sin, that was bruising the head of the serpent. That was disarming the devil. And that was a declaration of a conquering over the evil systems of the devil. അതാണ് യോഹന്നാൻ പറഞ്ഞത്. നമ്മൾ വായിച്ചു കേട്ടല്ലോ 1 യോഹന്നാൻ 3:7-8. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ. പിശാച് ആദി മുതൽ പാപം ചെയ്യുന്നുവല്ലോ. ദൈവപുത്രൻ എന്തിനാ പ്രത്യക്ഷനായത്? പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ. 7-ാം വാക്യാടിസ്ഥാനത്തിൽ എന്താണ് പിശാചിന്റെ പ്രവൃത്തി? തെറ്റിച്ചു കളയാൻ. പാപം ചെയ്യുകയും മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും. 8-ാം വാക്യത്തിൽ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അങ്ങനെയെങ്കിൽ യേശു 8-ാം വാക്യത്തിൽ അഴിച്ച പിശാചിന്റെ പ്രവൃത്തി എന്തുവാ? പാപത്തിന് പരിഹാരം വരുത്തി. പിശാചിന് നമ്മുടെ മേൽ പാപം നിമിത്തമുണ്ടായിരുന്ന ആ പിടുത്തം, ക്ലച്ചസ് വിട്ടു. അതോടുകൂടെ അവങ്കൽ നിന്ന് നമ്മൾ സ്വതന്ത്രരായി. അവന് നമ്മുടെ മേൽ അവകാശം നഷ്ടപ്പെട്ടു. അവൻ നിരായുധീകരിക്കപ്പെട്ടു. ഇപ്പൊ നമ്മുടെ ഇടയിൽ തന്നെ ഇപ്പോൾ ഇന്ത്യയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികളെ ഇല്ലാതെയാക്കുന്നു. അത് രാഷ്ട്രീയ നേതാക്കന്മാരെ ആരെയും വെടിവെച്ച് കൊന്നിട്ടൊന്നുമല്ല. ഇപ്പം മഹാരാഷ്ട്രയിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഗവൺമെന്റ് കോൺഗ്രസും NCPയും ശിവസേനയും ഒക്കെ കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു ഗവൺമെന്റ് ആയിരുന്നു. എന്നാൽ BJP അതിനെ ഒടുവിൽ പൊളിച്ചു. NCPയെ 2ആക്കി, ശിവസേനയെ 2ആക്കി. ഒരു 2 പാർട്ടികളിലും വിമത ഗ്രൂപ്പുകളെ വേർതിരിച്ച് അവരെ BJPയോട് ചേർത്ത് നിർത്തി. മാതൃസംഘടനകൾ 2ഉം ഇപ്പോഴും ഉണ്ട്, പക്ഷെ ആളില്ല, നേതാക്കന്മാരേ ഉള്ളൂ. ഈ സംഘടനകൾ സ്ഥാപിച്ച കുടുംബക്കാരും ആൾക്കാരും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവരോടുകൂടെ നിൽക്കാൻ ആളില്ല. ഇലക്ഷൻ ജയിക്കാൻ സാധിക്കുന്നില്ല. കണ്ടോ എങ്ങനെയാണ് ഈ 2 പ്രധാനപ്പെട്ട പാർട്ടികളെ മറ്റൊരു പാർട്ടി നിരായുധീകരിച്ചത്? അവരെ വേറെ ഒന്നും ചെയ്തില്ല. കൂടെ നിന്നവരെ അടർത്തി തങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുവന്നു. നിരായുധീകരണം. സാത്താനോട് നേരിട്ട് കർത്താവ് ഒന്നും ചെയ്തില്ല. അവനെ
ആട്ടി തുപ്പി ശാസിച്ച് ഒന്നും ചെയ്തില്ല. അതിനി വരാൻ പോകുന്നതേ ഉള്ളൂ. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ പഠിച്ചായിരുന്നു. അന്തിമമായ 2 യുദ്ധങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ സംഭവിക്കും. ഏറ്റവും ഒടുവിലത്തെ യുദ്ധം കർത്താവും പിശാചും തമ്മിൽ നേരിട്ടായിരിക്കും. ഗോഗ് മാഗോഗ് യുദ്ധത്തെപ്പറ്റി നമ്മൾ പഠിച്ചായിരുന്നു. പിശാചും കർത്താവും തമ്മിൽ നേരിട്ടുള്ള ഏകവും അവസാനത്തേതുമായ യുദ്ധമായിരിക്കും അതെന്ന്. അക്ഷരീയമായ യുദ്ധം, മുഖാമുഖമുള്ള യുദ്ധം. എന്നാൽ ഇതുവരെ നടന്നതെല്ലാം നിയമയുദ്ധങ്ങളാണ്. നിയമപരമായ പരാജയങ്ങളാണ് പിശാചിന് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ യേശു നീക്കി എന്ന് പറയുന്നത്. സ്തോത്രം. തന്റെ മരണത്താൽ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ നീക്കി. ഇന്നും പിശാച് കൊന്നുകളയോ എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുന്നവരുണ്ട്. പെന്തക്കോസ്തുകാർക്കിടയിലുണ്ട്. അവനെ നാം ഭയപ്പെടേണ്ടതില്ല. പിശാച് വേണേ സ്വപ്നത്തിൽ വന്നോ അല്ല നേരിട്ട് പിശാച് ബാധിച്ചവരിലൂടെയോ പിശാചിനെ സേവിക്കുന്നവരിലൂടെയോ ഒക്കെ നമുക്ക് വെല്ലുവിളികൾ ഉയർത്തി പറഞ്ഞേക്കാം. നിന്നെ ഇത്ര ദിവസത്തിനകം കൊല്ലും, തിന്നും, ഇല്ലാതാക്കും എന്നൊക്കെ. ഇതൊക്കെ കേട്ടൊരു ഭയം ഒരു പക്ഷേ ഉണ്ടായേക്കാം. ആവശ്യമില്ല. പിശാചിന് നമ്മുടെ ജീവന്റെ മേൽ, മനുഷ്യന്റെ ജീവന്റെ മേൽ പിശാചിന് അധികാരമോ അവകാശമോ ഇല്ലേ ഇല്ല. ദൈവം വല്ലവരെയും പിശാചിന്റെ കയ്യിൽ ഉപദ്രവിക്കാനോ കൊല്ലാനോ ഒക്കെ ഏൽപ്പിച്ചാൽ അത് വേറെ കാര്യം. അത് ദൈവം ഏൽപ്പിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഓർത്തുകൊള്ളുക, പിശാചിന് നമ്മുടെ ജീവന്റെ മേൽ അവകാശമില്ല, അധികാരമില്ല. നമ്മുടെ ആരോഗ്യത്തിന്റെ മേലോ സമ്പത്തിന്റെ മേലോ ഒക്കെ പോലും പിശാചിന് ദൈവം അനുവദിച്ചു കൊടുക്കുന്ന അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ, നാം ദൈവത്തിന്റെ മക്കളാണെങ്കിൽ. ഇയ്യോബിന്റെ വിഷയത്തിലേതുപോലെ. ശരി, അവന്റെ സമ്പത്തുകളെയൊക്കെ നീ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് അനുവദിച്ചപ്പോൾ അവന്റെ സമ്പത്തുകളെ അവൻ തൊട്ടു. ശരീരത്തെ തൊടരുതെന്ന് പറഞ്ഞു. പിന്നീട് ശരീരത്തെയും തൊടാൻ അനുവദിച്ചപ്പോൾ രോഗം ബാധിച്ചു. പ്രാണനെ തൊടരുതെന്ന് പറഞ്ഞു, തൊട്ടില്ല. അനുവദിക്കപ്പെടുന്ന പരിധി, സമയത്തിനകത്ത് മാത്രമേ പിശാചിന് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കൂ, പ്രത്യേകിച്ച് ദൈവമക്കളോടുള്ള ബന്ധത്തിൽ. ആകയാൽ അവനെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. അപ്പോൾ അവനെ മാറ്റിയത്, നീക്കിയതിൻ്റെ അർത്ഥം നമ്മൾ കണ്ടു. പിശാചിന് മനുഷ്യന്റെ മേൽ അധികാരം കൊടുത്ത പാപത്തെ പരിഹരിച്ചു. അത് ദൈവവുമായിട്ടാണ് ക്രിസ്തു ചെയ്തത്. ദൈവത്തിന്റെ നീതിക്കാണ് ക്രിസ്തു തൃപ്തി വരുത്തിയത് തൻ്റെ മരണത്താൽ. ദൈവത്തിന്റെ മാറ്റിക്കൂടാത്ത നിയമമാണ് ക്രിസ്തു ക്രൂശിലൂടെ നിവർത്തിച്ചത്. അത് ചെയ്തപ്പോൾ തന്നെ പിശാച് ആയുധവർഗം വച്ച് കീഴടങ്ങി. പിശാചിനൊന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് യേശുക്രിസ്തു ക്രൂശിൽ വെളിപ്പെടുത്തി. അങ്ങനെ പിശാചിന്റെ തല അവിടെ തകർക്കപ്പെട്ടു. നേരിട്ട് അവനുമായിട്ട് ബന്ധപ്പെട്ടല്ല എന്നുള്ളത് നമ്മൾ കണ്ടല്ലോ. സ്തോത്രം. പിന്നെ യേശു എന്തിനാണ് മരിച്ച് 3 ദിവസം ഷിയോളിലായിരുന്നത് എന്നാണ് മറ്റൊരു ചോദ്യം.
യേശു മരിച്ചത് ന്യായപ്രമാണപ്രകാരമാണ്. പൗലോസ് പറയുന്നു തിരുവെഴുത്തുകളിൻ പ്രകാരം. 1 കൊരിന്ത്യർ 15:3 വാക്യത്തിലാണ്. ആ വാക്യം കൂടെ ഒന്ന് വായിച്ചോളൂ. 1 Corinthians 15:3. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. അവിടെയും കണ്ടോ എന്തിനു വേണ്ടി യേശു മരിച്ചത്? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, ഫോർ അവർ സിൻ. അതായിരുന്നു നമ്മുടെ പ്രശ്നം. അതിനാണ് യേശു പരിഹാരം വരുത്തിയത്. അങ്ങനെ തിരുവെഴുത്തുകളിൻ പ്രകാരം യേശു മരിച്ചപ്പോൾ നമുക്കറിയാം യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെ ഹാബേൽ മുതൽ ഉള്ള ഭക്തന്മാർ, മരിച്ചവരുടെ ആത്മാക്കൾ വിശ്രമിക്കുന്ന സ്ഥലമായിരുന്നു ഷിയോൾ, അപ്പർ ഷിയോൾ എന്ന് എടുത്തു പറയുന്നു. മുകളിലത്തെ പാതാളം എന്ന് പറയുന്നു. സ്തോത്രം. മുകളിലത്തെ പാതാളം. അപ്പോൾ യേശുക്രിസ്തു പഴയ നിയമപ്രകാരം അല്ലെങ്കിൽ ന്യായപ്രമാണപ്രകാരം അഥവാ തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചപ്പോൾ ന്യായമായും യേശുക്രിസ്തുവിന്റെ ആത്മാവ് പോകേണ്ടത് എവിടേക്കായിരുന്നു? ഈ അപ്പർ ഷിയോളിൽ തന്നെ, ഹാബേൽ മുതലുള്ള ഭക്തന്മാരുടെ ആത്മാക്കൾ വിശ്രമിക്കുന്ന സ്ഥലത്തേക്ക്. അവിടെ യേശു കർത്താവ് ചെന്നു. ആ ന്യായപ്രമാണപ്രകാരം തിരുവെഴുത്തുകൾ പൂർണ്ണമാകേണ്ടതിന് അവിടെയായിരുന്നു. അതുകൊണ്ടാണ് മാനസാന്തരപ്പെട്ട കള്ളനോട് യേശു പറഞ്ഞത്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. അവനും അങ്ങോട്ട് തന്നെ പോയത്. ആ മരണത്തിലൂടെയും യേശുക്രിസ്തു ദൈവത്തിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കുകയായിരുന്നു ചെയ്തത്. സ്തോത്രം. നിവർത്തിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ യേശുക്രിസ്തുവിന് അവിടെ പോകേണ്ടിയിരുന്നു. യേശുക്രിസ്തുവിന് വേണ്ടിയിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതിനായി ദൈവം അനുവദിച്ച ദിവസങ്ങളായിരുന്നു ആ 3 days അല്ലെങ്കിൽ 3 ദിവസങ്ങൾ എന്നുള്ളത്. അത് ദൈവത്തിന്റെ നിയമമായിരുന്നു. ദൈവം അതിനെ അനുവദിച്ചു. അത് യേശുക്രിസ്തുവിന്റെ മരണത്തെ ഉറപ്പാക്കുന്നതിന് വേണ്ടി കൂടെയായിരുന്നു. യേശുക്രിസ്തു മരിച്ചു എന്ന് ഉറപ്പാക്കണം. യേശുവിന്റെ വിലാപ്പുറത്ത് കുത്തിയത്, രക്തവും വെള്ളവും ഒഴുകിയത് എല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? യേശു മരിച്ചു എന്ന് ഉറപ്പാക്കാൻ. ഇല്ലായിരുന്നെങ്കിൽ ഇത്രയുമൊക്കെ ആയിട്ടും യഹൂദന്മാര് കൈക്കൂലി കൊടുത്ത് എന്തുവാ പറയിപ്പിച്ചത്? അവന്റെ ശവം എടുത്തോണ്ട് പോയെന്ന. അപ്പോൾ യേശു മരിച്ചു എന്ന് ഉറപ്പാക്കണമായിരുന്നു. സാധാരണ ഈ 6 മണിക്കൂർ കൊണ്ട് ക്രൂശിക്കപ്പെടുന്നവർ മരിക്കാറില്ല എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്.
ഒരാഴ്ച തൊട്ട് 10 ദിവസം വരെ ക്രൂശിക്കപ്പെടുന്നവർ ജീവനോടെ ക്രൂശിൽ കിടക്കുകയാ സാധാരണ. മരണം എളുപ്പമാക്കാനാണ് ഇവരുടെ കാലുകൾ ഒടിച്ചെടുത്തത്. എന്നാൽ അതിനും മുമ്പേ യേശു മരിച്ചു കഴിഞ്ഞു. എന്നിട്ടും ബോധം കെട്ട കോമായിലെങ്ങാണ് കിടക്കുകയാണോ, പിന്നെ ഇവനെ അടക്കാൻ നേരം ബോധം തെളിഞ്ഞ് എഴുന്നേറ്റ് പോകരുതെന്നും പറഞ്ഞുകൊണ്ടാണ് വിലാപ്പുറത്ത് കുത്തിയത്. ആന്തരിക അവയവങ്ങളെ ഇനി ഒരിക്കലും ഈ മനുഷ്യൻ എഴുന്നേൽക്കാത്തതുപോലെ കേടുവരുത്തുക, മരണം ഉറപ്പാക്കുക. അരിമത്യക്കാരൻ യോസേഫും ഒക്കെ കൂടെ ചെന്ന് പിലാത്തോസിനോട് ശവം ഇറക്കി അടക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ പിലാത്തോസ് അതിശയിച്ചു. ഇത്ര പെട്ടെന്ന് മരിച്ചോ? അതും മരണം ഉറപ്പാക്കുകയായിരുന്നു. യേശുവിൻ്റെ അടക്കവും യേശുവിൻ്റെ ശരീരത്തെ അടക്കിയതും അതുകൊണ്ടാണ് നമ്മൾ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ബൈബിൾ അങ്ങനെയല്ല പറയുന്നത്. മരിച്ചു, ഇപ്പൊ തന്നെ നമ്മൾ വായിച്ച വാക്യം അങ്ങനല്ലേ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, പിന്നെ അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇത് മൂന്നും വളരെ അത്യാവശ്യമാ. മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ പോരാ, മരിച്ചു, അടക്കപ്പെട്ടു. 3 ദിവസം യേശുവിൻ്റെ ആത്മാവ് ഷിയോളിൽ, പറുദീസയിൽ 3 ദിവസമായിരിക്കുക എന്നുള്ളതായിരുന്നില്ല പ്രധാനം. യേശുവിൻ്റെ ശരീരം കല്ലറയിൽ 3 ദിവസമായിരിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ ശരീരം അവിടെ ആയിരിക്കുമ്പോൾ ആത്മാവിന് പറുദീസയിലായിരുന്നേ പറ്റൂ. കാരണം യേശു മരിച്ചെന്നുറപ്പാക്കണം. യഹൂദന്മാരുടെ വിശ്വാസവും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് 4-ാം ദിവസം ലാസറിനെ യേശു ഉയർപ്പിച്ചത്. അപ്പോൾ യേശുവിൻ്റെ മരണത്തെ സ്ഥിരീകരിക്കുവാൻ മിനിമം 3 ദിവസം യഹൂദ അല്ലെങ്കിൽ ആ പൗരാണിക വിശ്വാസം അനുസരിച്ച് വേണമായിരുന്നു. ആ മിനിമം സമയം അവിടെ യേശു മരിച്ചെന്ന് അടക്കത്തിലൂടെ, കല്ലറയ്ക്കുള്ളിലിരുന്നതിലൂടെ തെളിവാക്കി. അത് അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ട ശേഷം യേശു ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. അപ്പോൾ യേശു മരിക്കാതെ എഴുന്നേറ്റു എന്ന് ആരും പറയത്തില്ല. അതിനു വേണ്ടിയിട്ട് കർത്താവിൻ്റെ, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി തന്നെ അങ്ങനെ സംഭവിച്ചു. ആ 3 മിനിമം ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് യേശു ഉയർക്കുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റു. പിന്നീട് നമുക്കറിയാം, ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ കയറി എന്നൊക്കെയുള്ളത് നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ആവശ്യമായിരുന്നു. റോമർ 10:9-10 വാക്യങ്ങളിൽ കാണും പോലെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനും നീതീകരണത്തിനും വേണ്ടി യേശു മരിക്കുകയും അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുകയും വേണമായിരുന്നു. അത് സംഭവിച്ചു. അതോടുകൂടെ പിശാചിന് മനുഷ്യന്റെ മേലുണ്ടായിരുന്ന പിടുത്തം നഷ്ടപ്പെടുന്നു, അവന്റെ അവകാശം നഷ്ടപ്പെടുന്നു. അവങ്കിൽ നിന്ന് പൂർണ്ണമായും മനുഷ്യജാതി സ്വതന്ത്രരാക്കപ്പെടുകയാണ്. അങ്ങനെ അവനെ ഈ അധികാരസ്ഥാനത്ത് നിന്നും മാറ്റി മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും കർത്താവ് വിടുവിച്ചു. മരണഭീതി,
മരണത്തെക്കാൾ വലുതാണ് മരണഭീതി. മരണഭീതിക്കുള്ള പ്രധാന കാരണം ഇതിന് ശേഷം എന്ത് എന്നറിയാത്തതാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണം കൊണ്ടും ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ടും നമുക്ക് മരണഭീതിയിൽ നിന്ന് വിടുതൽ തന്നത് എങ്ങനെ? ഒന്ന്, ഈ മരണാനന്തരം എന്താണെന്ന് യേശു തെളിയിച്ചു. രണ്ട്, മരണാനന്തരം നമ്മുടെ ആത്മാക്കളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള സാധ്യതയായ പാപത്തിന് പരിഹാരം വരുത്തി. മൂന്ന്, പരിഹാരം വരുത്തിയത് കൊണ്ട് നമ്മുടെ പ്രാണൻ, നമ്മുടെ ആത്മാവ് മരണാനന്തരം ദൈവസന്നിധിയിലേക്ക് പോകുവാൻ വഴി തുറന്നു. 4, യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടും യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ നമുക്കും ഉയർത്തെഴുന്നേൽക്കും എന്ന പ്രത്യാശയും ഉറപ്പും നൽകപ്പെട്ടു. ഈ 4 കാരണങ്ങളാൽ, കുറഞ്ഞത് ഈ 4 കാരണങ്ങളാൽ ഇന്ന് ഭയം കൂടാതെ നമുക്ക് മരിക്കാൻ പറ്റും. ആർക്ക്? യേശുവിൽ വിശ്വസിക്കുന്നവർക്ക്, പാപമോചനം പ്രാപിച്ചവർക്ക്. 4 കാര്യങ്ങൾ എന്തൊക്കെയാ? മരണാനന്തരം എന്താണെന്ന് യേശു നമുക്ക് വെളിപ്പെടുത്തി തന്നു. അതുകൊണ്ട് we have no uncertainties about the after death. We know what is there after death. Jesus revealed or manifested it. 2, he made remission for our sins, and therefore there is no fear of condemnation for our souls, our spirits after death, because Jesus made the remedy for our souls. Thirdly, he gave us guarantee by remitting our sins to enter into God's presence after our death. മരണാനന്തരം ക്രിസ്തു സന്നിധിയിലേക്ക്, ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം പാപമോചനത്താൽ സാധ്യമാക്കി. Fourthly, hope of a bodily resurrection, same as Christ was resurrected. യേശുക്രിസ്തു ഉയർത്തതുപോലെ തന്നെ നമുക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പ് കർത്താവ് ഉറപ്പാക്കിയിരിക്കുന്നു, വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ആ പ്രത്യാശയാലും നമുക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പ്രത്യാശയുള്ള ഭക്തന്മാർക്ക് മരണത്തെ ഭയപ്പെടുവാനായിട്ടില്ല. അങ്ങനെ മരണത്തിന്റെ ഭീതിയിൽ നിന്ന് നാം വിമുക്തരായിരിക്കുന്നു. യേശുവിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ടോ? യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നുവോ? അത് എനിക്കായിട്ടായിരുന്നു എന്ന് നമ്മൾ ഏറ്റെടുക്കുന്നുവോ? എങ്കിൽ തീർച്ചയായും ഈ പാപക്ഷമ പ്രാപിച്ച ഒരു വിശുദ്ധനെ സംബന്ധിച്ച് മരണം ഭയാനകം അല്ല, പ്രത്യാശ നിർഭരമാണ്. ഈ ലോകത്തിലേതിനേക്കാൾ ഏറെ ശ്രേഷ്ഠകരമാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് പോയ വിശുദ്ധന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, ഈവൻ നമ്മുടെ പ്രായം കുറഞ്ഞ ആരെങ്കിലും പോലും പോയിട്ടുണ്ടെങ്കിൽ, വിവാഹം കഴിച്ച ഉടൻ തന്നെ അല്ലെങ്കിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ് കല്യാണം നടക്കുന്നതിന് മുമ്പ് മരിച്ച വിശുദ്ധന്മാർ അവിടെ പോയെങ്കിൽ, കല്യാണം ഉറപ്പ് നടന്നതല്ലേ, മോൻ പോയി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞു വിട്ടാലും അവർ തിരികെ വരില്ല. കാരണം അത്രയ്ക്കും ശ്രേഷ്ഠകരമായ അനുഭവത്തിലും അവസ്ഥയിലേക്കുമാണ് അവരെത്തിയിരിക്കുന്നത്. അങ്ങനെ മരണഭീതി മാറി. അതും വ്യക്തമായോ? സ്തോത്രം. ഇപ്പൊ 10ഉം 11ഉം പോയിന്റ്സും കൂടെ നമ്മൾ ഇതിനോടൊപ്പം ചേർത്തെടുക്കുകയായിരുന്നു. ഇത്രയും വ്യക്തമാണോ?
ചോദ്യങ്ങൾ എന്തെങ്കിലും ബാക്കിയുണ്ടോ? സമയം നീണ്ടുപോയി എന്ന് എനിക്കറിയാം. സ്തോത്രം. താങ്ക് യു. സ്തോത്രം. കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഇപ്പൊ നാളെ നമുക്ക് 13-ാമത്തേതിലേക്ക് പോകാം അല്ലെ? അപ്പോൾ ഈ ഒരു വലിയ സന്തോഷത്തോടെ, പ്രത്യാശയോടെ, മരണഭയം മാറിയവരായി ജയോത്സവത്തോട് ജീവിപ്പാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.